വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്കിന്ന് ബോട്ടണി സെറ്റ് എക്സാമിൻ്റെ PYQ നോക്കാം. ഒന്നാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്രോപ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ മ്യൂട്ടേഷൻ ബ്രീഡിംഗ്? ഇവിടെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് മ്യൂട്ടേഷൻ ബ്രീഡിംഗ് വഴി പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ക്രോപ്സ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിലെ ആൻസർ ഏതാണ്? എ ആണ്. കാരണം ഈ 4 എണ്ണവും മ്യൂട്ടേഷൻ ബ്രീഡിംഗ് വഴി പ്രൊഡ്യൂസ് ചെയ്യുന്ന ക്രോപ്സുകളാണ്. 56ാമത്തെ ചോദ്യം, ഐഡൻറ്റിഫൈ ദ മിസ്മാച്ച്ഡ് പെയർ. ഇതിൽ മിസ്മാച്ച് ആയിട്ട് കാണുന്ന പെയർ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫോൾസ് സ്മട്ട് അസ്റ്റലാഗിനോയിഡിയെ വൈറൻസ് കോഫിറസ്റ്റ് ഹെമിലിയ വാസ്റ്റാട്രിക്സ് പൗഡറി മിൽഡി ഓഫ് റബ്ബർ എറിസിഫെ ക്വാസിക്കോള ക്യുക്ക് വിൽറ്റ് ഓഫ് പെപ്പർ ഫൈറ്റ് ഓഫ് തോറ ക്യാപ്സിക്കൈ. ഇതിലേതാണ് മിസ്മാച്ച്ഡ് ആയിട്ടുള്ളത് കാണുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിലേതാണ് മിസ്മാച്ച്ഡ്? ഇതിലൊന്നും തന്നെ മിസ്മാച്ച്ഡ് ആയിട്ടില്ല, എല്ലാം ശരിയാണ്. അപ്പോൾ ഇതെല്ലാം പഠിച്ചിരിക്കണം കേട്ടോ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിലേറ്റഡ് ടു ഡെല്ലോ വിബ്രിയെ ആർ ട്രൂ? ഡെല്ലോ വിബ്രിയെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ശരിയായ സ്റ്റേറ്റ്മെൻറ്റുകൾ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് വരുന്നത്? They are predatory bacteria that prey on gram-negative bacteria. Small motile and obligate anaerobic bacteria used as biocontrol agents in environmental and medical settings. They have 2 lifestyles, a host-dependent attack phase and a host-independent form. ഇതിൽ ഏതായിരിക്കും വരിക? ഏത് വരാനാണ് സാധ്യത? ഇതിൽ ബി ഓപ്ഷനാണ് കറക്റ്റ്. അതായത് 1, 3, 4 ആണ് ശരിയായത്. ഇവിടെ നോക്കുകയാണെങ്കിൽ രണ്ടാമത്തെ മാത്രമാണ് തെറ്റായിട്ട് കാണുന്നത് അല്ലേ? രണ്ടാമത്തെ തെറ്റാവാനുള്ള കാരണം എന്താണ്? ഇവ ഒബ്ലിഗേറ്റ് എയറോബിക് ഓക്സിജൻ്റെ സാന്നിധ്യത്തിൽ മാത്രം ജീവിക്കുന്നവയാണ് ഈ ഡെല്ലോ വിബ്രിയോ എന്ന് പറയുന്ന ബാക്ടീരിയകൾ. അനേറോബിക് അല്ല. മറ്റെല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ റീസൺസ് ഫോർ ദ ഒക്കറൻസ് ഓഫ് മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻറ്റ് മൈക്രോബിയൽ പാത്തോജൻസ് ഇൻ ഇന്ത്യ? ഇതിലേതാണ് ആൻസർ? 2ഉം 3ഉം ആണ് കറക്റ്റായത്. ആൻറ്റിബയോട്ടിക്കുകളുടെ തെറ്റായ അളവിലുള്ള ഉപയോഗം, അതാണ് പ്രസ്താവന 2 പറയുന്നത്. പിന്നെ കന്നുകാലി വളർത്തലിലും കോഴി വളർത്തലിലും വ്യാപകമായി ആൻറ്റിബയോട്ടിക്കുകൾ നൽകുന്നത്, അതാണ് പ്രസ്താവന 3 പറയുന്നത്. ബാക്ടീരിയകൾക്ക് മരുന്നുകളോട് പ്രതിരോധ ശേഷി ഉണ്ടാകാനുള്ള പ്രധാന കാരണങ്ങളാണ് ഈ പറഞ്ഞ 2 സെൻറ്റൻസുകളും. അതായത് പ്രസ്താവന സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റും 3rd സ്റ്റേറ്റ്മെൻറ്റും പറഞ്ഞത്. മനസ്സിലായോ? ഇനി മനുഷ്യൻ്റെ ജനിതക ഘടനയോ വിട്ടുമാറാത്ത രോഗങ്ങളോ ഇതുമായി നേരിട്ട് ബന്ധമില്ല. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് റീസൺസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് വരുന്നത്? 2ഉം 3ഉം ആണ് വരുന്നത്. ഓക്കെ, ഇനി 59ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഐഡൻറ്റിഫൈ ദ വൈറസ് വിച്ച് പോസസ് ബോത്ത് DNA ആൻഡ് RNA സീക്വൻസസ്. ഏതാണ് വരിക? DNA-യും RNA-യും ഉള്ള വൈറസ് ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഈ സൈഡിലെ ചോദ്യമല്ലേ? ഏതാണ്? 4 വൈറസ് ഉണ്ട്. അതിൽ ല്യൂക്കോ വൈറസാണ് DNA-യും RNA-യും പ്രോസസ്സ് ചെയ്യുന്ന വൈറസ്. ഓക്കെ, ല്യൂക്കോ വൈറസാണ്. എന്തായിരിക്കും കാരണം? സാധാരണയായി വൈറസുകൾ DNA അല്ലെങ്കിൽ RNA എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് മാത്രമേ ഉണ്ടാവാറുള്ളൂ അല്ലേ? എന്നാൽ ല്യൂക്കോ വൈറസുകളിൽ ല്യൂക്കോ വൈറസ് എന്ന് പറയുന്നത് ഒരുതരം റിട്രോ വൈറസ് ആണ്. അപ്പോൾ അവയുടെ ഒരു ലൈഫ് സൈക്കിള് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എന്ന എൻസൈം ഉപയോഗിച്ചിട്ട് RNA-യിൽ നിന്ന് DNA നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവയിൽ എന്തുണ്ട്? 2 ഘടനകളും DNA-യും RNA-യും കാണാനായിട്ട് സാധിക്കും. അടുത്ത ചോദ്യം, 60ാമത്തെ ചോദ്യം, ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഇതിൽ ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൽജനിക് ആസിഡ് ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം ആസ്കോഫിലം അഗറിസ്
obtained from the algal species of Gelidium. Laminaria is used as an osmotic dilator to help soften and dilate the cervix. Sushi is made with the porphyra. ഇതിൽ ഏതാ കറക്റ്റ് ആയിട്ട് സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്? ഏതാണ്? ഈ 4 സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. ഇതെല്ലാം കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നെയാണ്. ആൽജനിക് ആസിഡ് എന്ന് പറയുന്നത് ആസ്കോഫിലത്തിൽ നിന്ന് തന്നെയാണ് ലഭിക്കുന്നത്. പിന്നെ അഗർ എന്ന് പറയുന്നത് ജലീഡിയം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അഗർ എന്നുള്ളത് ഓർത്തിരിക്കണം. ജലീഡിയം എന്ന് പറയുന്നതിൽ നിന്നാണ് ലഭിക്കുന്നത്. പിന്നെ സെർവിക്സിൻ്റെ ഗർഭപാത്രത്തിൻ്റെ ഗർഭകണ്ഡാണ് ഈ സെർവിക്സ് എന്ന് പറയുന്നത്. അത് വികസിപ്പിക്കുന്നതും മൃദുവാക്കുന്നതിനും ഒരു ഓസ്മോട്ടിക് ഡൈലേറ്റർ ആയിട്ട് പ്രവർത്തിക്കുന്നത് ആരാണ്? ലാമിനാരിയ. പിന്നെ സുഷി എന്ന് പറയുന്നത് ഉണ്ടാക്കാൻ പോറിഫെറയാണ് ഉപയോഗിക്കുന്നത്. 4 കറക്റ്റ് ആയിട്ടുള്ളത് തന്നെയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഐഡൻറ്റിഫൈ ദ സാലിയൻ ഫീച്ചേഴ്സ് ഗിവൺ ബിലോ കണക്റ്റഡ് ടു വൗച്ചേരിയ. ആൽഗെ എന്നുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. വൗച്ചേരിയയെ ബന്ധപ്പെട്ടിട്ടുള്ള ശരിയായ സാലിയൻ ഫീച്ചേഴ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇതിലേതായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ബി ആണ്. 1, 2, 4. നമുക്ക് നോക്കി നോക്കാം എന്തൊക്കെയാണ് വരുന്നതെന്ന്. ഒന്നാമത്തെ എന്താ പറയുന്നത്? സീനോസൈറ്റിക് സൈഫണേഷ്യസ് ബ്രാഞ്ച്ഡ് പ്ലാന്റ് ബോഡി അറ്റാച്ച്ഡ് സബ്സ്ട്രാറ്റം ബൈ റൈസോയിഡ്സ്. അതായത് റൈസോയിഡുകൾ ഉപയോഗിച്ച് അടിത്തട്ടിൽ ഉറച്ചു നിൽക്കുന്ന ശാഖകളോട് കൂടിയ സീനോസൈറ്റിക് സൈഫണേഷ്യസ് ആയിട്ടുള്ള ശരീരപ്രകൃതിയാണ് ആർക്കുള്ളത്? വൗച്ചേരിക്ക്. കറക്റ്റാണ് അല്ലേ. ഇതിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് എന്താണെന്നറിയോ? സൈഫണേഷ്യസ് എന്ന് പറയുന്നതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് കാണുന്നത് എവിടെയാണെന്ന് ചോദിക്കും. വൗച്ചേരിയയിലാണ് കേട്ടോ. വൗച്ചേരിയയുടെ ഒരു പ്രത്യേകതയാണത്. പിന്നെ പറയുന്നത് എന്താണ്? രണ്ടാമത്തെ സെൻറ്റൻസ് ആണ്. റിസർവ് ഫുഡ് എന്ന് പറയുന്നത് ഫാറ്റും ഓയിലും ആണ്. അതും വൗച്ചേരിയുടെ പ്രത്യേകത തന്നെയാണല്ലോ അല്ലേ. പിന്നെയോ നാലാമത്തെ സെൻറ്റൻസ് നോക്കി നോക്കൂ. സെക്ഷൽ റീപ്രൊഡക്ഷൻ ഓഗ്യാമസ് ആണ്. പിന്നെ ഊഗോണിയം എന്ന് പറയുന്നത് ഒറ്റ വലിയൊരു ന്യൂക്ലിയസ് മാത്രമുള്ള ഒരു ഓസ്ഫിയറും ആന്ത്രിഡിയത്തിൽ അസമമായിട്ടുള്ള ഫ്ലാജല്ലകളുമുള്ള അനേകം ബൈഫ്ലാജലേറ്റ് ആയിട്ടുള്ള സ്പേംസ് ഉണ്ടാവുന്നുണ്ട് എന്നാണ് പറയുന്നതും വൗച്ചേരിയുടെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ്. അപ്പോൾ ഇതല്ലാത്തത് ഏതാണ് വരുന്നത്? മൂന്നാമത്തെയാണ്. അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് അസമമായ 2 ഫ്ലാജല്ലകളുള്ള, അതായത് ബൈഫ്ലാജലേറ്റ് ആയിട്ടുള്ള സൂസ്പോറുകൾ വഴിയാണെന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. അങ്ങനെയല്ല നടക്കുന്നത് അല്ലേ. അപ്പോൾ 1, 2, 4. അപ്പോൾ പ്രസ്താവന 3 തെറ്റ് എന്ന് നമുക്ക് മനസ്സിലായി. 3 തെറ്റ്. അപ്പോൾ അതായത് കാരണം എന്താണ്? വൗച്ചേരിയയിലെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് സാധാരണ ബൈഫ്ലാജലേറ്റ് സ്പോറുകൾ വഴിയല്ല, മറിച്ച് എങ്ങനെയാണ്? സിൻസൂസ്പോർ. അത് ഓർത്തിരിക്കുക. സിൻസൂസ്പോർ അഥവാ കോമ്പൗണ്ട് സൂസ്പോർ എന്ന് അറിയപ്പെടുന്ന വലിയ ബഹുന്യൂക്ലിയർ സ്പോറുകൾ വഴിയാണ് നടക്കുന്നത്. അത് ഓർത്തിരിക്കുക. വൗച്ചേരിയയിൽ എങ്ങനെയാണ് നടക്കുന്നതെന്ന് ഓർത്തിരിക്കുക. സിൻസൂസ്പോർ വഴിയാണ് കേട്ടോ. ഇനി 62ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റഡ് ടു സെൻട്രെയിൽസ് ആൻഡ് പെനൈൽസ്. അതുപോലെ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് സിമെട്രി എന്താ പറയുന്നത്? സെൻട്രെയിൽസ് ഡയറ്റംസ് എക്സിബിറ്റ് ബൈലാറ്ററൽ സിമെട്രി വൈൽ പെനൈൽസ് ഡയറ്റംസ് ഹാവ് റേഡിയൽ സിമെട്രി. ഇനി മൂവ്മെൻറ്റ് എങ്ങനെയാണ്? പെനൈൽസ് ഡയറ്റംസ് ഓഫൻ ഹാവ് ദ എബിലിറ്റി ടു ഗ്ലൈഡ് ഡ്യൂ ടു റാഫെ വിച്ച് സെൻട്രെയിൽസ് ഡയറ്റംസ് ലാക്ക്. Valve markings and the patterns on the cell walls of centrales diatoms are arranged in lines along the length of the cell, while in penils diatoms the markings are arranged radially around a central point. എന്താണ് പറയുന്നത്? ഏതായിരിക്കും ആൻസർ? ആൻസർ ഡി ആണ്. അതായത് ഇതിൽ രണ്ടാമത്തെ മാത്രമാണ് കറക്റ്റായിട്ട് വരുന്നത്. സെൻട്രെയിൽസ് പെന്നൈൽസ് എന്ന് പറയുന്നതിനെ പറ്റിയിട്ടുള്ള ശരിയായ പ്രസ്താവന നമുക്കൊന്ന് നോക്കി നോക്കാം. സിമ്മട്രി, ഇവരുടെ സിമ്മട്രി എന്താണ്? സെൻട്രെയിൽസ് ഡയറ്റമുകൾ ഉഭയകക്ഷി സമമിതിയും, ഉഭയകക്ഷി സമമിതി എന്ന് പറഞ്ഞാൽ എന്താണ്? ബൈലാറ്ററൽ സിമ്മട്രിയെ പറയുന്ന പേരാണ്. പെനൈൽസ് ഡയറ്റമുകൾക്ക് റേഡിയൽ സിമ്മട്രി, റേഡിയൽ സമമിതിയാണ് കാണിക്കുന്നത് എന്നാണ് ഒന്നാമത്തെ സെൻറ്റൻസ് പറയുന്നത്. ഇനി മൂവ്മെൻറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ റാഫെ ഉള്ളതിനാൽ, അതായത് പെനൈൽസിന് റാഫെ എന്ന് പറയുന്നത് ഉള്ളതിനാൽ എന്താണ്? അവയ്ക്ക് ഗ്ലൈഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ സെൻട്രെയിൽസിന് ഡയറ്റമുകളിൽ റാഫെ കാണുന്നില്ല എന്നാണ് പറയുന്നത്.
ഇനി വാൽവ് അടയാളങ്ങൾ നോക്കുകയാണെങ്കിൽ സെൻട്രൽസ് ഡാറ്റമുകളുടെ കോശഭിത്തിയിലെ എന്താ പറയുന്നത് പാറ്റേണുകൾ കോശത്തിൻ്റെ നീളത്തിൽ വരികളായി ക്രമീകരിച്ചിരിക്കുന്നുണ്ട്, ലൈൻസായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എന്നാൽ പെന്നൈൽസ് ഡാറ്റമുകളിൽ ഈ അടയാളങ്ങൾ എങ്ങനെയാണ് ഒരു സെൻട്രൽ പോയിന്റ്, ഒരു കേന്ദ്ര ബിന്ദുവിന് ചുറ്റും റേഡിയലായി ക്രമീകരിച്ചിരിക്കുന്നു. ഇത് തെറ്റാണ്. ആൻസർ 2 മാത്രമേ വരുന്നുള്ളൂ. അതായത് 1ഉം 3ഉം തെറ്റാണ് നമുക്ക് മനസ്സിലാക്കാം. കാരണം എന്താ, അവ പരസ്പരം മാറിയാണ് നൽകിയിട്ടുള്ളത്. സെൻട്രൽസ് ഡാറ്റമുകൾക്ക് റേഡിയൽ സമമിതിയും പെന്നൈൽസ് ഡാറ്റമുകൾക്ക് ബൈലാറ്ററൽ സമമിതിയാണ്, സിമെട്രിയാണ് കറക്റ്റായിട്ട് വരുന്നത്. രണ്ടും മാറിയിട്ടാണ്, 1ഉം 2ഉം മാറിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, സോറി 1, 2 1ഉം 3ഉം മാറിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പ്രസ്താവന 2 തികച്ചും ശരിയാണ്. കാരണം എന്താ, പെന്നൈൽസ് ഡാറ്റമുകളിൽ കാണുന്ന റാഫേ എന്ന ഘടന, റാഫേ ഇമ്പോർട്ടൻ്റ് ആണ്, റാഫേ എന്ന ഘടന അവയെ എന്ത് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്, ചലിക്കാൻ, മൂവ്മെൻറ്റിന് സഹായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ആൽഗെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ആൽഗയിലെ ഓരോ ടൈപ്സും വായിച്ചിരിക്കണം. ആൽഗെ